ഹലോ ഗായ്സ്, നമുക്കിന്ന് ഒരു അടിപൊളി ബീഫ് കറി ഉണ്ടാക്കിയാലോ. അതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടുന്നത് കൊച്ചുള്ളിയാണ്. നമുക്ക് ഏകദേശം ഒരു 2 പിടി കൊച്ചുള്ളിയാണ് വേണ്ടുന്നത്. ആദ്യം കൊച്ചുള്ളി നമുക്ക് പൊളിച്ചെടുക്കാം. എത്രയും കൊച്ചുള്ളി ആഡ് ചെയ്യുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഏകദേശം കുറച്ച് 2 പിടിയോളം കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ തന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ആരുടെയും സഹായം ഇല്ലാതെ ഓരോരോ കുക്കിംഗ് പഠിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു എസെൻഷ്യൽ സ്കില്ലായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു അടിപൊളി ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് തരാം. ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാൻ 1-2 വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഓഫീസിലെ കൊളീഗ്സിനെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഏകദേശം ഞാൻ ഇത്രയും കൊച്ചുള്ളിയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിനി വേണ്ടുന്നത് സവാള. സവാള അതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്കിവിടെ ഏകദേശം 3-4 സവാള ഉള്ളി മതി. ഞാനിവിടെ വേറെ 1-2 ആവശ്യങ്ങൾ കൂടി വേണ്ടിയാണ് ഇത്രയും എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ബീഫ് കഴുകാം. ഏകദേശം ഒരു 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിന് നമുക്കത് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. പിന്നെ എനിക്കാണെങ്കിൽ അത്യാവശ്യം നെയ്യുള്ള ഭാഗമാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. അതാകുമ്പം അതാണ് നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും എടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ്ക്ക്. പിന്നെ ഒരുപാട് നെയ്യ് എടുക്കാതെ നോക്കണം. ഒരുപാട് നെയ്യ് എടുത്ത് കഴിഞ്ഞാലും പ്രശ്നമാണ്. പിന്നെ കഴുകാൻ നേരത്ത് നമുക്ക് കയ്യിൽ ഗ്ലൗസ് ഇടുന്നത് നല്ലതാണ്. കാരണം കയ്യിൽ അത്യാവശ്യം നെയ്യാവും. കാരണം ഞാനിവിടെ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. ഈ നെയ്യ് കറിക്കകത്തിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 4-5 വെള്ളത്തിൽ അത് നല്ലപോലെ കഴുകിയെടുക്കാം. കഴുകി കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ലപോലെ തന്നെ അതിൻ്റെ വെള്ളം കളഞ്ഞെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കുക്കറിയിട്ട് വേവിക്കുമ്പോഴത്തേക്ക് വെള്ളം വിസിൽ വഴി വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഞാനിവിടെ ചെറിയ ചെറിയ പീസുകളാക്കുന്നുണ്ട്. കാരണം നമുക്ക് കഴിച്ച് തിന്നാനും അതുപോലെ തന്നെ ഉണ്ടാക്കാനും വേവാനും ചെറിയ ചെറിയ പീസാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വലിയ വലിയ പീസുകളെല്ലാം ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് കുക്കർ എടുക്കാം. കുക്കറിനകത്തോട്ട് ഡയറക്റ്റ് അങ്ങ് ഇട്ടാൽ മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കൈകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് അതിലേക്ക് മൊത്തവും ഇടുക. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ കുറച്ചിടണം. ഞാനത് ഇടുന്ന കാണിക്കുന്നില്ല. പിന്നെ അഡീഷണൽ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കുക്കറിൻ്റെ ടോപ്പ് അടച്ച് വെച്ചിട്ട് അത് വിസിലടിപ്പിച്ചാൽ മാത്രം മതി. ഇവിടെ 6 വിസിലടിപ്പിക്കുന്നുണ്ട്. ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് നമ്മളത് കൂട്ടണം. നമുക്ക് 6 വിസിലടിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം എടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അറിയാൻ പറ്റും ഇത് വേവ് ഉണ്ടോ ഇല്ലയോ എന്ന്. എനിക്കാണെങ്കിൽ നല്ലപോലെ വെന്തിരിക്കുന്നത് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ 6 വിസിലടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എടുത്ത് നോക്കിയിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വിസിലടിപ്പിക്കാം. ഒരു മുറി തേങ്ങയാണ് നമുക്ക് വേണ്ടുന്നത്. നമുക്കത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതായത് ഒരു ഇരുമ്പെടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്താൽ മതി. നമുക്കത് കൊത്തി അരിഞ്ഞിട്ട് നമുക്കത് വറുത്തെടുക്കാനുള്ളതാണ്. ഞാനിവിടെ അരമുറി തേങ്ങ മൊത്തം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ തേങ്ങ എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുനുകുന അരിയണം. ഞാനിവിടെ ഏകദേശം ഒരു അരമുറി തേങ്ങ ഫുള്ളും ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിങ്ങനെ ഈ തേങ്ങ ഇങ്ങനെ കൊത്താക്കി എടുക്കണം. ചെറുതായിട്ട് കുനുകുന അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത കൊച്ചുള്ളിയുടെ വലിയ വലിയ പീസുകളുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതുകൊണ്ട് നമുക്കത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ സവാള ഉള്ളിയാണ് എടുക്കേണ്ടത്. സവാള ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. എത്രയും കനം കുറച്ച് സ്ലൈസ് ചെയ്യുമ്പോൾ അത്രയും നല്ലതാണ്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അതും ഇതുപോലെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് തക്കാളിയാണ് വേണ്ടുന്നത്. തക്കാളി ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. അതിൻ്റെ സ്കിന്ന് കളഞ്ഞെടുത്തേക്കാണ്. തക്കാളി നമ്മൾ ഇപ്പോഴേ ഇടത്തില്ല, അവസാനം കുക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ തക്കാളി ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഞാൻ അത് കാണിച്ചു തരാം. നമുക്കിനി കുക്കിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം അതിനകത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഏകദേശം ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് കടുക് വറക്കാനായിട്ടിടണം. ഏകദേശം ഞാൻ ഇവിടെ ഇത്രയും കടുകാണ് എടുത്തിരിക്കുന്നത്. അത്രയും കടുകിട്ട് നല്ലപോലെ പൊട്ടിക്കുക. കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം അതിലേക്ക് 2 ഏലക്ക എടുത്തിടുക. അന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇവിടെ 3 വറ്റൽമുളക് ഇടണം. അതിനുശേഷം ലീഫ്, പട്ട, ഗ്രാമ്പു, പെരുംജീരകം, സ്റ്റാർ എന്നിവ ഇടണം. അതിനുശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ഈ തേങ്ങയുടെ കൊത്തിട്ട് ഇളക്കണം. ഇതിനകത്ത് കറിവേപ്പില ഇട്ടിളക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന കൊച്ചുള്ളി ആഡ് ചെയ്യണം. അതിനുശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരും. ഏകദേശം 2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവിടെ ഓൾറെഡി ഞാൻ അരച്ച് ഒരു ബോട്ടിലിട്ട് വെച്ചിട്ടുണ്ട്.
അത് ഏകദേശം 1 ടീസ്പൂണോളം ആഡ് ചെയ്യണം. അടി പിടിക്കാതെ ഇളക്കിയ ശേഷം അതിലേക്ക് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യണം. അതിനുശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കണം. നല്ലപോലെ ഇത് മൂത്ത് വരണം. ഏകദേശം ഈ പരുവമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് മറ്റ് പൊടിവർഗ്ഗങ്ങൾ ആഡ് ചെയ്യണം. ആദ്യം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അതിനുശേഷം 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി. നല്ലോണം ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 2.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യണം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. അതിനുശേഷം ഗരം മസാല 1/2 ടീസ്പൂൺ, മീറ്റ് മസാല 1 ടീസ്പൂൺ. അതിനുശേഷം നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബീഫ്, നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന ബീഫ് ആഡ് ചെയ്യണം. ഞാൻ നേരത്തെ കുക്കറിൽ പുഴുങ്ങാൻ വെച്ചിരുന്ന ബീഫ് തണുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇത് കണ്ടിട്ട് കുറച്ച് വെള്ളം കുറവുള്ള പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കുക്കറിനകത്ത് തന്നെ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്കങ്ങനെ വെള്ളം ആഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നല്ലപോലെ ഇളക്കണം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് 1 മണിക്കൂർ ഇത് മൂടി വെച്ച് വേവിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് എടുത്തിട്ട് ഉപ്പുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് അഡീഷണൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി വെച്ചിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ നെയ്യെല്ലാം ഉരുകി അതിനകത്ത് ചേർന്നിട്ടുണ്ട്. ഇത് നമുക്ക് ടൊമാറ്റോ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്ത് കഴിച്ച് നോക്കാം. ടെക്സ്ചർ കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ ഇത് വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടെന്ന്. അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് പ്രസ് ചെയ്ത് നോക്കാം എത്രത്തോളം വെന്തിട്ടുണ്ടെന്ന്. കണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം.